Hello, my dear students. I have come with another chapter from the treasure trove textbook of ICSE class 10. I know your exam is just round the corner. Day after tomorrow, you have your literature exam. So I thought it will be a last minute help to those who wanted this lesson. സോ ജെസ്സി ഓവൻസ് എന്ന് പറയുന്ന അത്ലീറ്റിൻ്റെ ഒരു ഓട്ടോബയോഗ്രാഫിയിൽ നിന്നും എടുത്തേക്കുന്ന ഒരു എക്സേപ്റ്റാണിത്. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ്. This is set in the place named Berlin, which is in Germany. 1936 ഒളിമ്പിക്സ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അവിടെ വെച്ച് രണ്ട് അത്ലീറ്റ്സ് പരസ്പരം കണ്ടുമുട്ടുന്നു. എങ്ങനെയാണ് അവർ കണ്ടുമുട്ടുന്നത്, അത് കഴിഞ്ഞിട്ട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കൂടുതലും ഈ ഒരു സ്റ്റോറിയുടെ തീമിൽ വരുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഇൻ ടു ദ ലെസൺ. It was the summer of 1936. The Olympic Games were being held in Berlin because Adolf Hitler childishly insisted that his performers were members of a master race. Nationalistic feelings were at an all-time high. So Germany ആ സമയത്ത് ഹിറ്റ്ലർ ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഹിറ്റ്ലറിന് എപ്പോഴും തൻ്റെ ജർമ്മൻ ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിലും വലുത്, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ സ്റ്റാറ്റസ് ഉള്ളത് എന്ന് ഒരു അഹങ്കാരമുണ്ടായിരുന്നു എപ്പോഴും. അത് എല്ലാവരിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതായത് ജർമ്മനിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഉള്ളിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ദാറ്റ് വി ആർ ദ മാസ്റ്റർ റേസ് ആൻഡ് എവറിബഡി എൽസ് ഇസ് ബിലോ അസ് എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക് ഗെയിംസ് എന്ന് പറയുന്നത് ജർമ്മൻസ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ലല്ലോ, വേൾഡ് ഓവർ അത്ലീറ്റ്സ് ഗോ ആൻഡ് പാർട്ടിസിപ്പേറ്റ്. അപ്പം ഇങ്ങനെയൊരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് അവിടെ വന്നിരുന്ന വേറെ സ്റ്റേറ്റ്സിലത്തെയും കൺട്രീസിലത്തെയും ഒക്കെ ആൾക്കാരുടെ ഉള്ളിൽ നാഷണലിസ്റ്റിക് ഫീലിങ്സ് വെർ വെരി ഹൈ. വൈ? ബിക്കോസ് അഡോൾഫ് ഹിറ്റ്ലേഴ്സ് thought that only his people are master race, who belong to the master race, and are the people who are going to win the entire prizes in Olympics, was something that made the people feel proud of their own countries, and they wanted to do something for their country to show that Hitler was wrong. Okay, but all these things did not affect our Jesse Owens. Now I wasn't too worried about all this. I had trained, sweated and disciplined myself for 6 years with the games in mind. So Olympic Games 1936 Olympic Games എന്നുള്ളത് ജെസ്സി ഓവൻസിൻ്റെ മൈൻഡിൽ കയറിയിട്ട് ഒരു 6 കൊല്ലമായിരുന്നു. സോ 1930 മുതൽ ഹി വാസ് ട്രെയിനിങ് ഹിംസെൽഫ് ടു ബി എ പാർട്ട് ഓഫ് ദി ഒളിമ്പിക്സ് ദാറ്റ് വുഡ് ഹാപ്പൻ in 1936. While I was going over on the boat, all I could think about was taking home 1 or 2 of those gold medals. I had my eyes especially on the running broad jump. A year before, as a sophomore at Ohio State University, I had set the world's record of 26 feet 8 1/4 inches. Everyone kind of expected me to win that Olympic event hands down. So when he was on his boat coming to Berlin, the only thing that he wanted was a couple of gold medals. He wanted to win a couple of gold medals, especially the gold medal for running broad jump. Why? What is the reason that he wanted to win that and he was so confident? Because ഒരു കൊല്ലം മുമ്പ് ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ ഗെയിംസിൽ ഒരു വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്തിരുന്നു 26 feet 8 1/4 ഇഞ്ചസിൻ്റെ. അതൊരു വേൾഡ് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെയും ഇതുവരെ ആർക്കും അതിനെ മറികടക്കാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും നല്ല ഉറപ്പായിരുന്നു ജെസ്സി ഓവൻസ് ഈ ഒരു ഒളിമ്പിക്സിൽ റണ്ണിങ് ബ്രോഡ് ജമ്പിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യും എന്നുള്ളത്. സോ എവ്രിബഡി കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ഹിം ടു വിൻ ദ ഒളിമ്പിക് മെഡൽ, gold medal for the running broad jump, hands down. That means comfortably. I was in for a surprise. When the time came for the broad jump trials, I was startled to see a tall boy hitting the pit at almost 26 feet on his practice leaps. He turned out to be a German named Laszlo. I was told that Hitler had kept him under wraps, evidently hoping to win the jump with him. So now what happens? He was
expecting the gold medal in the running broad jump, but then there was a surprise for him. ക്വാളിഫയിങ് റൗണ്ടിൽ ജമ്പ് ചെയ്യാൻ പോയപ്പോൾ ജെസ്സി ഓവൻസിന് ഒരു ഞെട്ടലുണ്ടായി. ഒരു അത്ലീറ്റിനെ കണ്ടിട്ട് ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ആൻഡ് ഹി വാസ് എ ടോൾ ബോയ് ഹു വാസ് ഓൾറെഡി ഹിറ്റിംഗ് 26 feet ഇൻ ഹിസ് പ്രാക്ടീസ് ജംപ്സ്. പ്രാക്ടീസ് ജമ്പിൽ തന്നെ 26 feet ചാടുന്ന ഒരു ബോയിനെ കണ്ടപ്പോൾ ലെസ്ലോങ്ങിന് നല്ല ഷോക്കായി. ആൻഡ് അന്വേഷിച്ച് വന്നപ്പം ആരായിരുന്നു അദ്ദേഹം? ജർമ്മൻ കൺട്രിയിൽ ഉള്ള ലസ് ലോങ് എന്നുള്ള അത്ലീറ്റായിരുന്നു. പിന്നെ വീണ്ടും അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിറ്റ്ലർ വളരെ രഹസ്യമായിട്ടാണ് ഈ ലസ് ലോങ്ങിന് ട്രെയിനിങ് കൊടുത്തതും ലസ് ലോങ്ങിനെ ഈ ഒരു കോമ്പറ്റീഷനിലോട്ട് റെഡിയാക്കിയതും. കാരണം ഒരു കോമ്പറ്റീറ്ററും എന്നെ വെല്ലാനില്ല എന്നുള്ള ഫീലിങ്ങിൽ വരുന്ന അത്ലീറ്റിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആളുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്ലാനിങ് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. ശരിക്കും ജെസ്സി ഓവൻസ് ലസ് ലോങ്ങിനെ കണ്ടിട്ട് ഞെട്ടുകയും ചെയ്തു, ഒരു ടെൻഷനും കയറി. റൈറ്റ്? സോ ഹി വാസ് കെപ്റ്റ് ആസ് ആൻ അണ്ടർ റാപ്പ്, എവിഡൻ്റ്ലി ഹോപ്പിംഗ് ടു വിൻ the jump against Jesse Owens, right? Now, I guessed that if Leslong won, it would add some new support to the Nazis' Aryan superiority theory. After all, I'm a Negro, a little hot under the collar about Hitler's ways. I determined to go out there and really show Der Führer and his master race who was superior and who wasn't. So, ജെസ്സി ഓവൻസ് പറയാണ്, എനിക്ക് മനസ്സിലായി ലസ് ലോങ് ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ തിയറി, മാസ്റ്റർ റേസിൻ്റെ തിയറിയായ ആര്യൻ സുപ്പീരിയോറിറ്റി തിയറി വിൻ ജയിക്കും. ഞാൻ ഒരു നീഗ്രോ ആണ്, അപ്പം ഒരു ബ്ലാക്കിനെ തോൽപ്പിച്ചുകൊണ്ട് വൈറ്റ് ആയ ലസ് ലോങ് ഈ ഒരു ഗോൾഡ് മെഡൽ നേടിയാൽ അത് ശരിക്കും ഹിറ്റ്ലറിന് ഒരു പ്രൗഡ് മൂമെൻ്റ് ആവും. ഹിറ്റ്ലറിൻ്റെ ഈ ഒരു തിയറി കറക്റ്റായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഹിറ്റ്ലറിൻ്റെ ഈ ഒരു തിയറിനോട് ഒരു എതിർപ്പും അതിനോടൊരു വാശിയും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും ഒരു വാശിക്ക് തന്നെ നിന്നു. ഐ വാസ് ഡിറ്റർമിൻഡ് ടു ഷോ ഡെർ ഫെറർ മീൻസ് ടു ഷോ ഹിറ്റ്ലർ ദാറ്റ് ഹിസ് മാസ്റ്റർ റേസ് വാസ് നോട്ട് സുപ്പീരിയർ ആസ് ഹി തിങ്സ്. He just wanted to prove that whether he is superior or his master race is superior. An angry athlete is an athlete who will make mistakes, as any coach will tell you. I was no exception. On the first of my 3 qualifying jumps, I leaped from several inches beyond the takeoff board for a foul. On the second jump, I fouled even worse. Did I come 3,000 miles for this? I thought bitterly. To foul out of the trials and make a fool of myself? So now the action and the reaction. What was his action first? To prove Hitler's theory wrong. And what happened in that process? He became angry and he wanted to put 110% onto his jump. And because of that, his first 2 qualifying jumps were fouls. ആദ്യത്തെ ജമ്പിൽ ആള് ടേക്ക് ഓഫ് ബോർഡ് ഉണ്ടല്ലോ, ആ വൈറ്റ് ഒരു നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഫീറ്റ് വന്നിട്ട് വേണം എയറിലോട്ട് ജമ്പ് ചെയ്യാൻ. പക്ഷേ ജെസ്സി ഓവൻസ് എന്താ ചെയ്തത്? ആ ടേക്ക് ഓഫ് ബോർഡ് കഴിഞ്ഞിട്ട് കാല് പോയി, അതായത് ഫൗളായി. റൈറ്റ്? സെക്കൻഡ് ജമ്പ് അതിലും കൂടുതൽ ഫൗളാണ്. 2 ഫൗളായപ്പോൾ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ജെസ്സി ഓവൻസ് സ്വയം അവനോട് തന്നെ സംസാരിക്കുകയാണ്, ഞാൻ 3000 മൈൽസ് താണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഈ ട്രയൽസിൽ തന്നെ ഫൗൾ ചെയ്തിട്ട് എന്നെ ഒരു വിഡ്ഢിയെ പോലെ ആൾക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ട് പുറത്താവാനാണോ എന്ന് ചോദിക്കും. റൈറ്റ്? വാക്കിംഗ് a few yards from the pit, I kicked disgustedly at the dirt. Suddenly I felt a hand on my shoulder. I turned to look into the friendly blue eyes of the tall German broad jumper. He had easily qualified for the finals on his first jump or first attempt. He offered me a firm handshake.
സോ ഇതൊക്കെ ചിന്തിച്ചോളൂ, ഞാൻ ഈ 3000 മൈൽസ് താണ്ടി വന്നിരിക്കുന്നത് ഇതിനൊക്കെയാണോ എന്ന് ചിന്തിച്ചിങ്ങനെ കാലുകൊണ്ട് ആ പിറ്റിൽ ഇങ്ങനെ കിക്ക് ചെയ്ത് ആ ഒരു ആങ്ക്വിഷൊക്കെ കാണിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് തോളത്തൊരു കൈ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ കണ്ട ലസ് ലോങ്, അതേ ജർമ്മൻ ടോൾ ബോയ് ആയിരുന്നു. അദ്ദേഹം ഓൾറെഡി 26 ഫീറ്റ് ജമ്പ് ചെയ്തുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് ജെസ്സി ഓവൻസിൻ്റെ അടുത്ത് വന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് പറയുന്നു, ജെസ്സി ഓവൻസ്, ഐ എം ലസ് ലോങ്. ഐ ഡോണ്ട് തിങ്ക് വി ഹാവ് മെറ്റ്. ഹി സ്പോക്ക് ഇംഗ്ലീഷ് വെൽ, though with a German twist to it. Glad to meet you, I said. Then trying to hide my nervousness, I added, how are you? I'm fine. The question is, how are you? What do you mean? I asked. Something must be eating you, he said. Proud the way foreigners are when they have mastered a bit of American slang. You should be able to qualify with your eyes closed. Believe me, I know it, I told him. And it felt good to say that to someone. So Jesse Owensനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ലസ് ലോങ്. ആൻഡ് നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ജെസ്സി ഓവൻസ് നോട്ട് ചെയ്യുന്നു ദാറ്റ് ഹി ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ ഈവൻ ദോ എ ജർമ്മൻ ആക്സെൻറ്റ് ഇസ് ദെയർ. ദെൻ ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയുന്നു ജെസ്സി ഓവൻസ്. എന്നിട്ട് ആൾക്ക് നെർവസ്നെസ് ഉണ്ടായത് ആൾ പരമാവധി അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഹലോ ഹൗ ആർ യു നമ്മൾ ചോദിക്കുന്നവരെ ചോദിക്കുമ്പോൾ ലസ് ലോങ് പറയുന്നു ഐ എം ഫൈൻ. പക്ഷേ ഹൗ ആർ യു, ആ യുവിനൊരു സ്ട്രെസ് ഉണ്ട് അവിടെ, കാരണം ഹി ഹാസ് ബീൻ നോട്ടീസിങ്. ജെസ്സി ഓവൻസ് ലസ് ലോങ്ങിനെ കണ്ടിട്ടില്ല, ബട്ട് ലസ് ലോങ്ങിനെ നന്നായി അറിയാം ജെസ്സി ഓവൻസ് ആരാണെന്നുള്ളത്. റൈറ്റ്, ഹൗ ആർ യു എന്നതും കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം ജെസ്സി ഓവൻസ് എന്താ അങ്ങനെ ചോദിച്ചേ? അപ്പം ലസ് ലോങ് പറയുന്നു എന്തോ നിന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, എന്തോ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ ഹി വാസ് സേയിങ് ഇറ്റ് ഇൻ എ വെരി സ്റ്റൈലിഷ് മാനർ. ഞാൻ സ്റ്റൈലിഷ് പറയാൻ കാരണം ഇവിടെ ഈറ്റിംഗ് എന്നുള്ളത് ഇറ്റാലിക്സിൽ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സംതിങ് മസ്റ്റ് ബി ബോദറിങ് യു എന്നേ പറയുള്ളൂ. ബട്ട് അമേരിക്കൻ സ്റ്റൈലാണ് സംതിങ് മസ്റ്റ് ബി ഈറ്റിംഗ് യു എന്നൊക്കെ പറയുന്നത്. റൈറ്റ്, സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈറ്റിംഗ് റെഫേഴ്സ് ടു ബോദറിങ് ദെയർ. സോ അതാണ് ഞാൻ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞത്. ആൻഡ് ലസ് ലോങ് വാസ് ഫീലിംഗ് വെരി ഹാപ്പി ദാറ്റ് ഹി ഈസ് ഏബിൾ ടു യൂസ് ദാറ്റ് അമേരിക്കൻ സ്റ്റൈൽ ഓഫ് English. So that is why it is mentioned here, proud the way foreigners are when they have mastered a bit of American slang. Right? You should be able to qualify with your eyes closed. കണ്ണും പൂട്ടി നിനക്ക് ഈ ജമ്പ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ലസ് ലോങ് നമ്മുടെ ജെസ്സി ഓവൻസിനോട് പറയുന്നത്. അപ്പോൾ ജെസ്സി ഓവൻസ് പറയുമ്പോൾ എനിക്കതറിയാം എന്ന് പറയുമ്പോൾ ഹി ഫീൽസ് ഗുഡ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു 2 ഫൗൾ കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ he's feeling relaxed. For the next few minutes we talked together. I didn't tell Long what was eating me, but he seemed to understand my anger and he took pains to reassure me. Although he had been schooled in the Nazi youth movement, he did not believe in the Aryan supremacy business any more than I did. We laughed over the fact that he really looked the part though. An inch taller than I, he had a lean muscular frame, clear blue eyes, blonde hair and a strikingly handsome chiseled face. Finally, seeing that I had calmed down somewhat, he pointed to the takeoff pole. ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു 2 sentences ആണ്. Although he had been schooled in the Nazi youth movement, he did not believe in Aryan supremacy business any more than I did. We laughed over the fact that he really looked the part though. Right, ഈ സെൻറ്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നത്, ഈവൻ ദോ ലസ് ലോങ് എല്ലാ ആര്യൻ സുപ്രീമസി തിയറിയുടെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ആ ഒരു ഹൈപ്പും ഒക്കെ കൊടുത്താണ് നാസി യൂത്ത് മൂവ്മെൻറ്റിലെ ഒരു അംഗമായി വളർന്നത്, എന്നാലും അതിലൊന്നും ആൾ കാര്യമായിട്ട് ബിലീവ് ചെയ്തില്ല. ലസ് ലോങ് ആൻഡ് ജെസ്സി ഓവൻസ് ഒരേപോലെ അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല അവർക്ക്. അത് പറഞ്ഞുകൊണ്ട് അവർ കുറേ ചിരിക്കുകയും ചെയ്തു. അതായത് നാസി യൂത്ത് മൂവ്മെൻറ്റ് ഒരു അംഗമായിട്ട് പോലും ആര്യൻ സുപ്രീമസി തിയറിയിൽ ബിലീവ് ചെയ്യുന്നില്ല ലസ് ലോങ് എന്ന് അറിയുമ്പോൾ ജെസ്സി ഓവൻസും ലസ് ലോങ്ങും കൂടി കുറേ അതിനെ പറ്റി ചർച്ച ചെയ്ത് ചിരിക്കുകയൊക്കെ ചെയ്തു. ഓൾദോ ഹി ലുക്ക്ഡ് ദ പാർട്ട്, അതായത് കണ്ടാൽ ജർമ്മനാണ്, ആര്യൻ സുപ്രീമസി തിയറിയിൽ ബിലീവ് ചെയ്യുന്ന ആളെന്ന് തോന്നുമെങ്കിലും അതിലൊന്നും ഒരു ബിലീഫും ആൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് മീനിങ്. Now, Jesse Owens
was really tensed, but he did not show it. But Les Long was intelligent enough to understand that what was the problem with Jesse Owens. So before he could jump into the problem, actually Les Long was behaving very maturely here. ഒരു ആദ്യം പരസ്പരം കുറച്ച് നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്നപ്പോൾ ജെസ്സി ഓവൻസിന് മനസ്സിലായി though he was a German, he was not supporting the Aryan supremacy theory. Even though he was a part of the Nazi movement, youth movement, he did not believe in the racism, right? And Les Longne പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. He was tall, he was lean, he had a muscular frame with clear blue eyes, blonde hair, and strikingly handsome, sharp features and a good looking face, right? And then once they became comfortable, Les Long നേരെ ടേക്ക് ഓഫ് ബോർഡിനോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, look, he said, why don't you draw a line a few inches in back of the board and aim at making your takeoff from there? You will be sure not to foul, and you certainly ought to jump far enough to qualify. What does it matter if you are not first in the trials? Tomorrow is what counts. See how matured he is and what sportsman spirit he has. മെല്ലെ കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് ടേക്ക് ഓഫ് പോയിന്റ് അങ്ങോട്ട് കൈ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, എന്തുകൊണ്ട് നീ ആ ഒരു ടേക്ക് ഓഫ് പോയിന്റ് തൊട്ട് മുമ്പായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നില്ല, എന്നിട്ട് ആ ലൈനിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ നീ ചാടാൻ നോക്ക്. ഒന്നാമത്തെ കാര്യം ഷുവറായിട്ട് ഫൗൾ നീ ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് ചാടിയാലും ഈസി ആയിട്ട് ക്വാളിഫൈ ആവും. ഇന്നത്തെ ട്രയൽസിനെ ഓർത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, നാളത്തെ ഫൈനൽസാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പോഴത്തെ ട്രയൽസ് ആര് കൂടുതൽ ചാടുന്നു എന്നുള്ളത് നീ മൈൻഡ് ചെയ്യേണ്ട, നീ ജസ്റ്റ് നോക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ക്വാളിഫൈ നീ തീർച്ചയായിട്ടും ആവും. എന്നിട്ട് നാളെ മത്സരത്തിനെ പറ്റി കോമ്പറ്റീഷനെ പറ്റി ആലോചിച്ചാൽ മതി എന്നുള്ളൊരു സജഷനാണ് Les Long ജെസ്സി ഓവൻസിന് കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ suddenly all the tension seemed to ebb out of my body as the truth of what he said hit me. Confidently, I drew a line a full foot in back of the board and proceeded to jump from there. I qualified with almost a foot to spare. So, Jesse Owensum, even though he was a record holder, ഇവൻ ആരാ എന്നെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവൻ പറയുന്നത് ഞാൻ കേൾക്കണോ, അങ്ങനത്തെ ഒരു ഈഗോ ഫീലിംഗ് ഒന്നുമില്ലാണ്ട് Les Long പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ ഡ്രോ ചെയ്തു ടേക്ക് ഓഫ് ബോർഡിൻ്റെ തൊട്ട് മുമ്പിലായിട്ട്, ആൻഡ് അവിടുന്ന് ചാടി ആൻഡ് ഹി ക്വാളിഫൈഡ്. അന്നത്തെ രാത്രി, that night I walked over to Les Long's room in the Olympic Village to thank him. I knew that if it hadn't been for him, I probably wouldn't be jumping in the finals the following day. We sat in his quarters and talked for 2 hours about track and field, ourselves, the world situation, a dozen other things. So Olympic Village, that means Olympic, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒളിമ്പിക് വില്ലേജ് തന്നെ സെറ്റ് ചെയ്യും, അവിടെയാണ് ഈ അത്ലീറ്റ്സ് മൊത്തം താമസിക്കുന്നത്. സോ അന്നത്തെ രാത്രിയിൽ Les Long ഒളിമ്പിക് വില്ലേജിൽ Les Longൻ്റെ റൂമിലോട്ട് നമ്മുടെ ജെസ്സി ഓവൻസ് പോയി ഒളിമ്പിക് വില്ലേജിൽ, ആൻഡ് ദേ സ്പെൻഡ് almost 2 hours talking about their personal thing, their sports, and their dozens of other things and the present political situation that was prevailing in their countries. And finally, when I got up to leave, we both knew that a real friendship had been formed. Les would go out to the field the next day trying to beat me if he could, but I knew that he wanted me to do my best, even if that meant my winning. So finally, അവർ രണ്ടുപേരും സംസാരമൊക്കെ കഴിഞ്ഞിരുന്നിട്ട് they decided to part for the day. അവർക്ക് മനസ്സിലായി രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നുള്ളത്. പിറ്റേ ദിവസം ഫൈനൽസിൽ Les Long തീർച്ചയായിട്ടും ജെസ്സി ഓവൻസിനെ കാട്ടി നന്നായി ചാടാൻ നോക്കും എന്നുള്ളത് ജെസ്സി ഓവൻസിന് അറിയായിരുന്നു. എന്നാലും Les Longനൊരു ആഗ്രഹമുണ്ടായിരുന്നു ജെസ്സി ഓവൻസ് നന്നായി പെർഫോം ചെയ്യാൻ ജെസ്സി ഓവൻസിനും നന്നായി പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളത്, റൈറ്റ്? ജെസ്സി ഓവൻസിൻ്റെ ബെസ്റ്റ് തന്നെ ജെസ്സി ഓവൻസിന് ചാടാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹവും Les Longനുണ്ടായിരുന്നു. As it turned out, Les broke his own past record. In doing so, he pushed me on to a peak performance. I remember that at the instant I landed from my final jump,
the one which set the Olympic record of 26 feet 5 by 16 inches, he was at my side congratulating me. Despite the fact that Hitler glared at us from the stands not 100 yards away, Luz shook my hand hard, and it wasn't a fake smile with a broken heart sort of grip either. So, പിറ്റേ ദിവസം പ്രതീക്ഷ പോലെ തന്നെ ലസ് നന്നായി ചാടി, ലസ് ലോങ് നന്നായി ചാടിയിട്ട് ആളുടെ തന്നെ പ്രീവിയസ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ആൾ എന്ത് ചെയ്തു? ജെസ്സി ഓവൻസിൻ്റെ ബെസ്റ്റ് ജംപ് ചാടാൻ വേണ്ടി പുഷ് ചെയ്തു, പീക്ക് പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടി നിർബന്ധിതനാക്കി. ആൻഡ് ജെസ്സി ഓവൻസ് ചാടി Olympic record created, which was 26 feet 5 by 16 inches. So this is not more than his old world record when he was a sophomore, but this was a new Olympic record. And the first person to congratulate him the moment he landed was Luz Long. And Luz Long അറിയായിരുന്നു ഒരു 100 yards ദൂരത്ത് നിന്ന് ഹിറ്റ്ലർ ലസ് ലോങ്ങിനെ തന്നെ നോക്കുകയായിരുന്നു എന്നുള്ളത്. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഓടിപ്പോയി ജെസ്സി ഓവൻസിനെ ആള് കൺഗ്രാജുലേറ്റ് ചെയ്തു. ആൻഡ് ആ കൺഗ്രാജുലേഷൻസ് ഒരു ഫേക്കോ അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടിയല്ല, ശരിക്കും സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തത്. ദെൻ ദ ഫൈനൽ കൺക്ലൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെസ്സി ഓവൻസ് പറയാണ്, യു ക്യാൻ മെൽറ്റ് ഡൗൺ ഓൾ ദി ഗോൾഡ് മെഡൽസ് ആൻഡ് കപ്സ് ഐ ഹാവ് and they could not be a plating on to 24-carat friendship I felt for Luz Long at that moment. I realized then too that Luz Long was the epitome of what Pierre de Coubertin, founder of the modern Olympic Games, must have had in mind when he said, the important thing in the Olympic Games is not winning but taking part. The essential thing in life is not conquering but fighting well. So എൻ്റെ എല്ലാ ഗോൾഡ് മെഡൽസും കപ്സും ഉരുക്കിയാൽ പോലും എനിക്ക് കിട്ടിയിട്ട്, അതായത് കുറേ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം എടുത്ത് ഉരുക്കിയാലും ഞാനും ലസ് ലോങ്ങും തമ്മിലുണ്ടായിരുന്ന ആ ഒരു 24-carat ഫ്രണ്ട്ഷിപ്പിൻ്റെ ഈക്വലൻ്റ് ആവില്ല. ആൻഡ് ഇത് പറയുന്നതിനൊപ്പം തന്നെ ലസ് ലോങ്ങിനെ ആള് ഒരു എപ്പിറ്റമി ഓഫ് പിയർ ഡെ കുബർട്ടൈൻ, ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഈ സെയിങ് ദാറ്റ് ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സിൻ്റെ ആ കോട്ട്, ഫൗണ്ടറിൻ്റെ കോട്ടായ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഒളിമ്പിക് ഗെയിംസ് ഇസ് നോട്ട് വിന്നിങ് ബട്ട് ടേക്കിംഗ് പാർട്ട് ആൻഡ് ദി എസെൻഷ്യൽ തിങ് ഇൻ ലൈഫ് ഇസ് നോട്ട് കോൺകറിങ് ബട്ട് ഫൈറ്റിംഗ് വെൽ ആണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ലസ് ലോങ് കാണിച്ചതെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏതൊരു മത്സരമായാലും നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുക, നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുക. അല്ലാതെ ആ മത്സരത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ ഉപദ്രവിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള തെറ്റായ പ്രചരണം നടത്തുക, അങ്ങനെയൊന്നും ചെയ്യാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരൊരു ബെസ്റ്റ് കൊടുക്കുക. ബാക്കി റിസൾട്ട്സിൻ്റെ വഴിയേ വന്നുള്ളൂ. സോ this is actually something which is universal. I think ഞങ്ങൾ ടീച്ചേഴ്സ് എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ഇത് തന്നെയാണ്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Right? So this is just a part of his autobiography. I hope I have made things very clear. ഈ 26 feet 5 by 16 inches എന്നുള്ളത് ഒളിമ്പിക് റെക്കോർഡ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലസ് ലോങ്ങിൻ്റെ ശരിക്കുള്ള റെക്കോർഡ് ആസ് എ സോഫോമോർ ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നപ്പോൾ അതിലും കൂടുതലാണ്, 26 feet 8 inches ആണ്. റൈറ്റ്? അപ്പം സോഫോമോർ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയ റെക്കോർഡിനെക്കാട്ടി ശരിക്കും പറഞ്ഞാൽ കുറവാണ് ഒളിമ്പിക് റെക്കോർഡ്. ബട്ട് ഒളിമ്പിക്സിൽ ആദ്യമായിട്ടും അത്രയും ചാടുന്ന ഒരു ആള് ലസ് ലോങ് ആയിരുന്നു. പിന്നെ ഐ തിങ്ക് യു പീപ്പിൾ ഹാവ് റെഡ് ദ ഇൻട്രൊഡക്ടറി പാർട്ട് വേർ ജെസ്സി ഓവൻസിനെ പറ്റിയുള്ള പോർഷൻ വായിച്ചിട്ടുണ്ടാവണം. അവിടെ ഈ ആക്ച്വലി 1936 ഈ ഒരു ഒളിമ്പിക്സിന് ആൾ 4 ഗോൾഡ് മെഡൽസ് വിൻ ചെയ്തായിരുന്നു. റൈറ്റ്? സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചത് ലസ് ലോങ് വേൾഡ് വാർ 2 മരണപ്പെട്ടപ്പോൾ മാത്രമാണ്. അതുവരെ അവരുടെ ആ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് റിമെയിൻഡ് as a strong bond itself. Right? So I believe this is
ക്ലിയർ ടു യു? ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് നന്നായി ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. റൈറ്റ്?